ജില്ലയിലെ ആദ്യ കുടിയേറ്റ മേഖലയായ ഉപ്പുതറ പഞ്ചായത്തിലെ ആനപ്പള്ളം മേഖലയിൽ ഇപ്പോഴും ബസ് സർവീസ് അന്യം. 7.5 കിലോമീറ്റർ സഞ്ചരിച്ചാണ് പ്രദേശവാസികൾ ആശുപത്രികളിലോ സ്കൂളുകളിലോ എത്തുന്നത്. തോട്ടം മേഖലയായ ആനപ്പള്ളം പ്രദേശത്തേക്ക് ബസ് സർവീസ് ആരംഭിക്കണമെന്നാവശ്യപ്പെട്ട് നവമാധ്യമ കൂട്ടായ്മ ഗതാഗത മന്ത്രിയെ സമീപിച്ചിരിക്കുകയാണ്. തോട്ടം തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയാണ് ഇടുക്കി ജില്ലയിലെ ആദ്യ കുടിയേറ്റ പഞ്ചായത്തുകളിലൊന്നായ ഉപ്പുതറ പഞ്ചായത്തിലെ 10ാം വാർഡായ ആനപ്പള്ളം. അടിസ്ഥാന സൗകര്യ വികസനങ്ങളുടെ കാര്യത്തിൽ ഇക്കാലമത്രയുമായിട്ടും യാതൊരുവിധ പുരോഗതിയും കൈവരിക്കാത്ത മേഖലയുമാണ് ഈ 10ാം വാർഡ്. നിലവിൽ പ്രദേശവാസികൾ അനുഭവിക്കുന്ന പിന്നോക്കാവസ്ഥയുടെ പ്രധാന കാരണം എന്ന് പറയുന്നത് പൊതുഗതാഗത സംവിധാനങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. ആശുപത്രി, സ്കൂള്, മറ്റ് ആവശ്യങ്ങൾക്കെല്ലാമായി കിലോമീറ്ററുകൾ സഞ്ചരിച്ചാണ് ഇവർ പുറംനാട്ടിലെത്തുന്നത്. ഇവരുടെ പ്രധാന ആശ്രയം ഇപ്പോഴും ട്രിപ്പ് ജീപ്പ്, ട്രിപ്പ് ഓട്ടോറിക്ഷ എന്നിവയാണ്. കൃത്യസമയത്ത് ഇത്തരം വാഹനങ്ങൾ ഒന്നും എത്തിച്ചേരുന്നില്ലെങ്കിൽ കുട്ടികൾക്ക് ശരിയായ സമയത്ത് സ്കൂളിൽ പോലും എത്തിച്ചേരാൻ കഴിയാറുമില്ല. ഉപ്പുതറയിൽ നിന്ന് ആനപ്പള്ളത്തേക്ക് ഒരു ബസ് സർവീസ് വേണമെന്ന ഇവരുടെ ആവശ്യത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഇവർ പലവരു അധികൃതർക്ക് നിവേദനവും നൽകിയിട്ടുണ്ട്. ഇക്കുറിയും ആനപ്പള്ളത്തെ എൻ്റെ ഗ്രാമം എന്ന നവമാധ്യമ കൂട്ടായ്മ ഗതാഗത വകുപ്പ് മന്ത്രിക്ക് ഈ ആവശ്യം ഉന്നയിച്ച് നിവേദനം നൽകിയിട്ടുണ്ട്. ഇക്കുറിയെങ്കിലും അനുകൂല തീരുമാനമുണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് നവമാധ്യമ കൂട്ടായ്മ. ഞങ്ങൾ ഇടുക്കി ജില്ലയിലെ ഒരു ആദ്യത്തെ കുടിയേറ്റ ഗ്രാമമാണ്. ഉപ്പുതറ പഞ്ചായത്തിൽ ആനപ്പള്ളം എന്ന് പറഞ്ഞ 10ാം വാർഡാണ്. നാളിൽ ഇതുവരെ ഈ നാട്ടിൽ യാതൊരുവിധമായിട്ടുള്ള ഒരു പ്രോപ്പർ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ഇല്ല. ഞങ്ങളിപ്പോൾ ഓൾമോസ്റ്റ് ഒരു 4 ജനറേഷനായിട്ട് ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ ടൗണിലേക്ക് എത്താനും ഞങ്ങളുടെ അടിയന്തര ആവശ്യങ്ങളായിരിക്കുന്ന ഹോസ്പിറ്റൽ, അതുപോലെ തന്നെ പഞ്ചായത്ത്, മറ്റ് സ്കൂൾ, ഹോസ്പിറ്റൽ, ഇതര ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആൾക്കാരെ ആശ്രയിക്കുന്നത് ഇവിടുന്ന് ഏകദേശം 7.5 കിലോമീറ്റർ ദൂരമുള്ള ഉപ്പുതറ പട്ടണത്തെയാണ്. അവിടത്തേക്ക് എത്തിപ്പെടാൻ ഇതുവരെയും ഈ നാട്ടിൽ, ഇന്ത്യയിൽ തന്നെ ഒരു ബസ് സർവീസ് ഇല്ലാത്ത ഒരു ഗ്രാമം അല്ലെങ്കിൽ ഒരു വില്ലേജ് എന്ന് തന്നെ പറയാം. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.